പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ കേരളത്തിലടക്കം 12 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നീട്ടി. ഡിസംബർ 11 വരെ അപേക്ഷ തിരികെ ഏൽപ്പിക്കാം. കരട് പട്ടിക 16 പുറത്തിറക്കും. ഫെബ്രുവരി 14 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. SIR-നെതിരായി കേരളത്തിന്റെ ഹർജികൾ ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. നാളെയാണ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്. PR അരവിന്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ചെറിയൊരു കാലയളവ് മാത്രമാണ് കൂട്ടിക്കിട്ടിയത്. ഇതുകൊണ്ടോ കാര്യമുണ്ടോ അരവിന്ദ്? നടപടികൾക്കെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയും ആ ഹർജികൾ ഈ ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് മുന്നോടിയായി ഇതിലൊരു സത്യവാങ്മൂലവും തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഹർജി ഉന്നയിച്ചിരുന്ന ആവശ്യമെന്ന് പറയുന്നത് കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണം, അതുപോലെ തന്നെ SIR സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്തായാലും ഈ നടപടി, കാരണം 7 ദിവസത്തെ ഇപ്പോൾ സമയം നീട്ടി നൽകിയിട്ടുണ്ട്, അപ്പോൾ ഹർജിക്കാരുടെ ആവശ്യം പരിഗണിച്ചു എന്ന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ ഒരു വാദം ഉന്നയിക്കുവാൻ സാധിക്കും. തുടർ നടപടികൾ ഉടനെ ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്നൊരു വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ മുന്നോട്ട് വെച്ചിരിക്കും. നമുക്കറിയാം സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, CPI, അതുപോലെ തന്നെ CPM, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് SIR-നെതിരെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത്. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു അടിയന്തര സ്റ്റേയിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. ഡിസംബർ 2, അതായത് ചൊവ്വാഴ്ച ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ സ്റ്റേ അടക്കമുള്ള ആവശ്യങ്ങളിലായിരിക്കും ഇനി ഹർജിക്കാർ ഒരു ഊന്നൽ നൽകുക. കാരണം ഇപ്പോൾ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചു എന്ന വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കും. പക്ഷെ നേരത്തെ തന്നെ ഹാരിസ് വീരൻ, മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ ഹാരിസ് വീരൻ അടക്കം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് വലിയ രീതിയിലുള്ള താമസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഈ കേസുകൾ ആദ്യം പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. കോടതിയിലെ നടപടികൾ വൈകിപ്പിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്ന് അന്ന് തന്നെ ഹാരിസ് വീരൻ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ തവണ അഭിഭാഷകന് ഹാജരാകുകയും രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഹർജിക്കാരുടെ ആവശ്യം പരിഗണിച്ചു, അല്ലെങ്കിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം പരിഗണിച്ചു എന്ന വാദമായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. നാളെയാണ് സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അവസാന തീയതി. ചൊവ്വാഴ്ച ഹർജികൾ പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടും സുപ്രീം കോടതിയിൽ നിർണായകമാണ്. അനീഷം. ഇപ്പോൾ വിജിൻ ബായാന്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഡിസംബർ 13 പൂർത്തിയാകുന്നത്. 16 ഈ കരട് പട്ടിക പുറത്തിറക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേവലം ഒരു 3 ദിവസത്തെ അധിക സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അധിക സമയം അനുവദിച്ചു എന്ന വാദം മാത്രമേ, അത് ഉന്നയിക്കാൻ മാത്രമേ ഈ ഒരു സമയം കൂട്ടിയതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയരാനുള്ള സാധ്യത കൂടിയില്ലേ? ഈ BLO-മാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതല്ലേ വിജിൻ? അനീഷ, എന്തായാലും SIR-ന്റെ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചത് മുതൽ എല്ലാ ആഴ്ചയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാറുണ്ട്. അതിനു മുമ്പ് സംയുക്ത യോഗങ്ങളൊക്കെ പലതവണ ചേരുകയും ചെയ്തു. ഇതിലെല്ലാം കടുത്ത എതിർപ്പ് തന്നെയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നത്. SIR നിർത്തിവെക്കണം, നീട്ടി കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ SIR ധൃതി പിടിച്ചിങ്ങനെ നടപ്പിലാക്കിയാൽ കൂടുതൽ ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി എത്തിയ നിയമപോരാട്ടം, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി ഇതിനെതിരെ രംഗത്തെത്തുകയും പ്രതിഷേധമൊക്കെ ഉയർത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ 7 ദിവസം, അതായത് SIR-ന്റെ നിലവിലുള്ള നടപടികളെല്ലാം 7 ദിവസം വീതം നീട്ടാനുള്ള തീരുമാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ഉത്തരവാണ് അല്പസമയം മുമ്പ് ഇറങ്ങുകയും ചെയ്തത്. എന്തായാലും നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം BLO-മാർക്കും ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ള പരാതിയായിരുന്നു ഉയർന്നിരുന്നത്. ഇപ്പോൾ 7 ദിവസം അധികമായി നീട്ടിക്കിട്ടുന്നത് അത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തേക്ക് അവസാനിക്കുന്ന നിലയിലാണ്. അതിന്റെ ഫോം വിതരണം, ഫോം കളക്ട് ചെയ്യാനുള്ള സമയമാണ് ഡിസംബർ 11. ഒപ്പം തന്നെ ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16. അതിനുശേഷം എല്ലാ ഈ ഫെബ്രുവരി 14 വരെയുള്ള ഘട്ടം ഘട്ടമായുള്ള പരിശോധനകൾ, ഇതിലെ ഒബ്ജക്ഷനുകൾ അവതരിപ്പിക്കാനുള്ള അവസരം, അങ്ങനെയുള്ളവയൊക്കെ ലഭിച്ച ശേഷമാണ് 14 അന്തിമ കരട്
അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. നിലവിൽ രത്തൻ കേൽക്കർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത് ഈ അധികമായി ലഭിച്ച 7 ദിവസം അത് കണ്ടെത്താനുള്ള ആളുകളെ കൂടുതൽ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കും. അങ്ങനെ ഒരു സമയം ലഭിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ BLOമാരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ബൂത്ത് തലത്തിൽ തന്നെ ചേരുകയും അവർക്ക് മുന്നിലേക്ക് ആ ബൂത്തുകളിലെ പട്ടിക അവതരിപ്പിക്കുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുന്നത് ഈ സമയപരിധി നീട്ടിയത് കൊണ്ട് കാര്യമില്ല, പക്ഷേ ഇതിനെ ഭാഗികമായി സ്വാഗതം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളായിരുന്നു എതിർത്തിരുന്നത്. CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കൂടുതൽ സമയം ആവശ്യമാണ്, പക്ഷേ ഈ 7 ദിവസം നീട്ടിയത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് 3 ദിവസത്തിന് അപ്പുറമാണ് നിലവിൽ വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിക്കുമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പായും പറയുന്നത് നിലവിലുള്ള സമയക്രമം പാലിച്ച് തന്നെ കേരളത്തിൽ പൂർണ്ണമായും SIR നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോൾ അധിക സമയം കിട്ടിയത് അത് കൂടുതൽ അവസരങ്ങൾ ആളുകൾക്ക് നൽകാനുള്ള സാധ്യത കൂടി തുറന്ന് കിട്ടുന്നതാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടികയിൽ ഉൾപ്പെടേണ്ട ആളുകൾക്ക്, അങ്ങനെ ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടാനുള്ള അവസരം ആ ഘട്ടം വരെ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും ഇല്ലാത്ത നിലയിൽ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക കൂടി കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ ഒരാഴ്ച നീട്ടി നൽകിയതിൽ ഭാഗികമായി രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നടപടികൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ള ആ തീരുമാനം അത് കുറച്ചുകൂടി സമയം ലഭിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടപെടാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അനിഷ.